എൻ്റെ ശത്രു ആരാണ്? ആരായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി എന്നെ കൊണ്ട് ആർക്കെങ്കിലും ശത്രുത കാണിച്ചിട്ട് നേട്ടങ്ങളുണ്ടെങ്കിൽ ആ നേട്ടങ്ങൾ അവർ കൊയ്തെടുക്കട്ടെ. എന്തായാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ നേരെ ആര് ശത്രുത കാണിച്ചാലും ഞാൻ ഒരിക്കലും തോൽക്കില്ല. അത് ദൈവനിശ്ചയമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം വീഡിയോസ് ഇട്ടത് ഒരു 1.5 മാസം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് 2600 ഫോളോവേഴ്സ് എനിക്കുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഞാൻ ഇത്തിരി കൂടി നല്ല ഡ്രസ്സോടൊക്കെ ഞാൻ ഇനി ഫോളോവേഴ്സ് ഇടാൻ പോകുകയാണ്. അപ്പോൾ എനിക്ക് അതിന്ന് തന്നെ എനിക്ക് അത്യാവശ്യം വരുമാനങ്ങൾ കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ ഫോളോവേഴ്സ് ഇപ്പോൾ കയ്യിൽ വെച്ചിരിക്കുന്ന ആളാരാന്ന് എനിക്ക് മനസ്സിലായി. അത് ഈ ഒരു മാസം വരെ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോളോവേഴ്സ് വിട്ടുമാറിപ്പോകും. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള തുകകൾ ഇനി ഞാൻ വീഡിയോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഒരു മാസം ഞാൻ വീഡിയോ ചെയ്യില്ല. അടുത്ത മാസം തൊട്ട് ഞാൻ വീഡിയോ ചെയ്യും. ആ ചെയ്യുന്നത് ഇത്രയും നല്ല വീഡിയോ ആയിരിക്കും. അതിനനുസരിച്ചിട്ട് എനിക്ക് ഫോളോവേഴ്സും കിട്ടും. ഇപ്പോൾ ഈ ഒരു 1.5 മാസം കൊണ്ട് എനിക്ക് 2000 ചില്ലാനും ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഫോളോവേഴ്സ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്തതിനൊന്നും എനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുമില്ല. അപ്പോൾ ആ അക്കൗണ്ട് കൈക്കലാക്കിയ ആരായാലും എനിക്ക് പിന്നെ ആ പൈസ ആരെടുക്കണോ ആരെ അക്കൗണ്ടിലേക്കാണോ പോകണമെന്നൊന്നും എനിക്കറിയില്ല. അതോ ഇതുവരെയായിട്ടും തിരിച്ച് പിന്നെ ഇതുവരെയായിട്ടും പൈസ ഇടാത്തത് കൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഫോളോവേഴ്സ് ഞാൻ ചെയ്യുന്നതും ഇടുന്നതും. എന്നിട്ടും എനിക്ക് പൈസ കിട്ടണില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോളോവേഴ്സൊക്കെ മാറ്റി ഞാൻ ഒറിജിനലായിട്ട് ഒരു ഡയറക്ടറിനെ ഞാൻ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ചെയ്യും.